മുസ്ലിങ്ങളെ ഏരിയയിൽ വർഗീയത ഉണ്ടാക്കി ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഇന്ത്യക്കകത്ത് വർഗീയ പാർട്ടി എന്ന് പറയുന്നത് BJP കാട്ടി CPM ആണ്. ഇന്നത്തെ ഇവിടുത്തെ നിറകെട്ട ഭരണമനുസരിച്ച് ഇതേപോലെ ഒരു നിറകെട്ട ഒരു ഭരണം വല്ലാത്തൊരു ഭരണം. ഒന്നാക്കടുത്ത കള്ളമല്ലേ പറയുള്ളൂ. പിന്നെ അവർക്ക് സ്വന്തമായിട്ട് ജീവിക്കണം. ജനങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടുണ്ടായത് ഇത് ലാസ്റ്റാണ്. വളരെ മോശമാണ് ജനങ്ങൾ അത്രയും മാത്രം വെറുത്തിരിക്കുക. കാരണം അവരെ ഭരണം അവിടെ ഇപ്പം ഇന്നത്തെ ഒരു വർഗീയത ചെയ്ത് ഇട്ടിരിക്കുന്നതാണ്. യൂട്യൂബിലെ വലിയ ഇതാണ്. പാലക്കാടിന്റെ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ആര് വീഴും ആര് വാഴും ജനങ്ങളുടെ അഭിപ്രായത്തിലേക്ക് പോകാം. കോൺഗ്രസ് എന്താണ് ഇത്ര ഉറപ്പോടെ പറയുന്നത്? എനിക്ക് 78 വയസ്സായി. ഞാൻ ജനിച്ച അന്ന് മുതൽ കണ്ടും കേട്ടും വരുന്നത് കോൺഗ്രസ്സാണ്. വോട്ടവകാശം കിട്ടിയതിന് ശേഷം കോൺഗ്രസ്സാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പാലക്കാട് കോൺഗ്രസിന് വിജയം ഉറപ്പാണ്. രാഹുൽ ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ പിടിപ്പില്ലായ്മ അത് മെയിൻ. ഇത് കേന്ദ്രവും കേരളവും ഒരുപോലെ തന്നെ ജനങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടുണ്ടായത് ഇത് ലാസ്റ്റാണ്. ഇത് അവസാനത്തെ ചാൻസ് ആണ്. ഇനി കമ്മ്യൂണിസ്റ്റിന് ഒരു മുന്നേറ്റം ഉണ്ടാവില്ലെന്നാണ് പറയുന്നത്. ഒരിക്കലും ഉണ്ടാകാൻ പോണില്ല. ഒന്നാക്കടുത്ത കള്ളമല്ലേ പറയുള്ളൂ. പിന്നെ അവർക്ക് സ്വന്തമായിട്ട് ജീവിക്കണം. പിന്നെ എന്തുകൊണ്ടാണ് അവർക്ക് ഭരണ തുടർച്ച ലഭിച്ചത്? അത് കഴിഞ്ഞിടത്തെ ഈ കിറ്റ് കൊടുത്ത് പരിപാടി നടത്തിയത് അത്രേ ഉള്ളൂ. കംപ്ലീറ്റ് പറ്റിപ്പോയി. അവിടുത്തെ ഇന്നത്തെ സാഹചര്യം അറിഞ്ഞ് ഇന്നത്തെ ഇവിടുത്തെ നിറകെട്ട ഭരണമനുസരിച്ച് പിന്നെ മാങ്കോട് രാഹുൽ മാങ്കോട്ട് അവിടെ ഒരു സ്ഥാനം ഉറപ്പിക്കാൻ കഴിയില്ലേ? അവസരത്തിനൊന്നും ഇരിക്കണ ആരും അംഗീകരിക്കാൻ പോകണം, ആരും അംഗീകരിക്കും. ഇതേപോലെ ഒരു നിറകെട്ടൊരു ഭരണം വല്ലാത്തൊരു ഭരണം തന്നെ. അല്ല, അവർക്ക് തുടർ ഭരണം ലഭിച്ചത് കമ്മ്യൂണിസ്റ്റിനല്ലേ വീണ്ടും ഭരണം ലഭിച്ചത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നെറുകെട്ട ഭരണം എന്നൊക്കെ പറയുന്നത്? കെട്ടിയ ഭരണമെന്ന് പറഞ്ഞാൽ അവർ കാണിക്കണ അത്രേ ഗുണ്ടായുസമല്ലേ, കംപ്ലീറ്റ് ഗുണ്ടായുസോ. പൊതുജനങ്ങൾക്ക് പാവപ്പെട്ടവർക്കൊന്നും ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥയാണ് ഉണ്ടായിപ്പോയി. എന്തായാലും ഈ ഒരു 1.5 വർഷം കൂടെ കഴിഞ്ഞെങ്കിൽ ജനങ്ങൾ പിന്നെ ഒന്ന് രക്ഷപ്പെട്ടു. ഇനി ഒരു കമ്മ്യൂണിസ്റ്റിന്റെ തിരിച്ചുവരവ് ഉണ്ടായില്ലേ? ഇനി എവരെ ആയുസിൽ ഇനി അവർ വരുമെന്ന് എൻ്റെ അഭിപ്രായത്തിൽ തോന്നുന്നില്ല. ഇനി കേരളത്തിലേ അവർ വരും. அதாவது பாலக்காட்டினுடைய வேட்பாளரில் அதிகமாக கிருஷ்ணகுமார் ஜெயிக்கிறதுக்கான வாய்ப்புகள் வந்து அதிகமாக இருக்குது. ஓகே, அவங்க வந்து BJP கேண்டிடேட்டு, அவங்க விஜயிக்குமென்னா. நான் ஏற்கனவே ஒரு ஆன்மீகவாதி தான். அருள் வாக்கு பேசக்கூடிய ஒரு சாமி. திருநெல்வேலியிலேருந்து பத்மநாத சாமி கும்பிட வந்திருக்கேன். இருந்த போதிலும் பிஜேபிங்கிற நோக்கத்தோடு நான் மலையாளத்தை தெரியாது, இருந்தாலும் பேர் சொன்னதுனால கிருஷ்ணகுமார் அதிகமாக வாய்ப்பு பெற்று அமோக வெற்றி பெறக்கூடிய வாய்ப்புகள் கண்டிப்பாக உண்டு. 90% സാധ്യത ഇടതുപക്ഷത്തിനായിരിക്കും. ഞാൻ ഇടതുപക്ഷത്തിൻ്റെ ഒരു വ്യക്താവും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് സരിന് തന്നെയാണ് അവിടെ വോട്ട് നൽകി വിജയിക്കുക എന്നുള്ളതാണ് പറയുന്നത്. സരിന് അവിടുത്തെ സ്ഥാനാർത്ഥി ജയിക്കുന്നിടത്താണ് നമ്മുടെ കാഴ്ച കാൽക്കുലേഷൻ അതാണ്. ബാക്കി സ്ഥിതി നമുക്ക് നേരിട്ട് കിടക്കാറുണ്ട്. ഞാൻ പാലക്കാടിൻ്റെ സ്ഥിതി അറിയില്ല. പത്രത്തിലൂടെയും പാർട്ടി ഇവിടെ വക്താക്കൾ നമ്മുടെ ഈ കമ്മിറ്റികളൊക്കെ അഭിപ്രായം പറയുമല്ലോ, അതിൻ്റെ പശ്ചാത്തലത്തിൽ പറയാം. നമുക്ക് അവിടുത്തെ പാലക്കാടിൻ്റെ പൊതുസ്ഥിതി അറിയത്തില്ല. അത് അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് ഞാൻ ഇടതുപക്ഷക്കാരനാണ്, CPI-യിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ആ ഭാഗത്തിൽ ചാഞ്ഞു വരും. ജയിക്കും. ഇടതുപക്ഷമാണ്. ഞാൻ ഇത്ര ആത്മവിശ്വാസത്തോടു കൂടി ഇടതുപക്ഷം എന്ന് പറയുന്നത്. ആത്മവിശ്വാസം ഉണ്ട്. ഇടതുപക്ഷം തന്നെ ജയിക്കും, ഉറപ്പായിട്ടും. ജനങ്ങൾ ഇടതുപക്ഷത്തിന്റെ കൂടെയാണ്. തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന്റെ കൂടെ. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ്. UDF-നാണ് അവിടെ വിജയം. പാലക്കാട് എല്ലാം ചേലക്കര വയനാട് എല്ലാം UDF-നെ ജയിക്കുള്ളൂ. ഇനി കേരളത്തിൽ ഇടതു മുന്നണിക്ക് ചാൻസ് ഒന്നുമില്ല. കാരണം എന്താ, അത്രയ്ക്ക് ജനം വെറുത്തിരിക്കുകയാണ്. ഒരു പെൻഷനും കിട്ടുന്നില്ല. ഞാനൊരു ക്യാൻസർ രോഗിയാണ്. നീ എത്രയും മാസമായിരുന്നാണ് പൈസ കിട്ടിയിട്ട്? കാരണം എന്ന് പറഞ്ഞാൽ ജനം അത്രയ്ക്ക് മാത്രമല്ല, ഈ പ്ലാറ്റ്ഫോമിൽ കച്ചവടങ്ങളൊന്നും ഇല്ലാതെ ആളുകൾ കഷ്ടപ്പെടുകയാണ്. വളരെ ദയനീയാവസ്ഥയാണ്. കേരളത്തിലെ ഭരണം വളരെ മോശമായ ഭരണമാണ്. ഇനി വളരെ ജനങ്ങൾ ചിന്തിച്ച് വോട്ട് ചെയ്യൂ. പാലക്കാട് രാഹുൽ മാങ്കൂട്ടവും ചേലക്കര രമേശ് ഹരിദാസും ജയിക്കും. പിന്നെ അവിടെ വയനാട്ടിൽ അത് 4-5 ലക്ഷം വോട്ടിന് അവിടെ അത് കുത്തക സീറ്റായി മാറിയിരിക്കുക. ഈ പറഞ്ഞ പോലെ അവരടുത്ത് ചാൻസ് ഇല്ല. വേണമെങ്കിൽ 23-ാം തീയതി നിങ്ങൾ പറഞ്ഞാൽ അന്വേഷിച്ച് ചോദിക്കും.
അപ്പൊ ഇനി കമ്മ്യൂണിസ്റ്റിന് ഒരു തിരിച്ചുവരവ് കേരളത്തിനുണ്ടായി. വളരെ മോശമാണ്. ജനങ്ങൾ അത്രയും മാത്രം വെറുത്തിരിക്കുക. കാരണം അവരെ ഭരണം എന്താ അവിടെ ഇപ്പം ഇന്നത്തെ ഒരു വർഗീയ ചെയ്ത് ഇട്ടിരിക്കുന്നതാണ്. യൂട്യൂബിലെല്ലാം വലിയ ഇതാണ്. കാരണം എന്നൂടെ ഈ സന്ദീപ് വാര്യർ വന്ന് CPM പോയിരുന്നാൽ ഒരു കുഴപ്പമില്ല. കോൺഗ്രസ്സിലൊന്നും അദ്ദേഹം ഇന്നലെ വരെ ചെയ്ത തെറ്റ് ഒരു മനുഷ്യൻ തിരിച്ചു വരികയാണെങ്കിൽ അതിന് മറ്റും ബാലനും മന്ത്രിയൊക്കെ നേരത്തെ സ്വാഗതം ചെയ്യുന്ന സന്ദീപ് വാര്യർ അത് ചെയ്ത് അവരെടുത്ത് പോകാതെ നേരെ കോൺഗ്രസ്സിലേക്ക് വന്നപ്പോൾ ഇവർക്ക് അദ്ദേഹം ഭയങ്കരമായ വർഗീയവാദി. മുസ്ലിങ്ങളെ ഏരിയയിൽ വർഗീയത ഉണ്ടാക്കി ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഇന്ത്യക്കകത്ത് വർഗീയ പാർട്ടി എന്ന് പറയുന്നത് BJPയും കാട്ടി CPM ആണ്. പല ഇലക്ഷനിലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പല ഏരിയകളിലും ന്യൂനപക്ഷ ഏരിയകളിൽ പോയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് സപ്പോർട്ട് ആകുന്നുണ്ട്. ഭൂരിപക്ഷ ഏരിയയിൽ പോയിട്ട് വേറെ ഒരു വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കുന്നത് ഏറ്റവും പച്ചയ്ക്ക് വോട്ട് പിടിക്കുന്നത് CPM ആണ്. അത് ഈ ഇലക്ഷന് മാത്രമല്ല, നേരത്തെ അങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ വർഗീയത ചിത്തിവിടുന്നവർ അതായത് ഏരിയകളിൽ പോയിട്ട് ഓരോ ജാതി പറഞ്ഞ് വർഗീയത പറയുന്ന ഒരു പാർട്ടിയുണ്ട് CPM മാത്രം. കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് പാലക്കാട് UDF ജയിക്കുമെന്നാണ് ഭൂരിപക്ഷം ജനങ്ങളും അഭിപ്രായപ്പെട്ടത്. എന്തായാലും ഇലക്ഷൻ കഴിയുമ്പോൾ മനസ്സിലാകാം ഏത് പാർട്ടി വാഴുമെന്നും ഏത് പാർട്ടി വീഴുമെന്നും. എന്തായാലും മറ്റൊരു വിഷയമായി വീണ്ടും കാണും വരെ ക്യാമറാമാൻ ശ്രീകണ്ഠനോടൊപ്പം അനുജ പ്രകാശ്.